ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ ജീവിതത്തിൽ എന്നും എപ്പോഴും കേൾക്കാറുള്ള വേർഡാണല്ലോ മെഡിക്ലെയിം. എന്നാൽ അതിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഇൻഷുർ ഉറപ്പുവരുത്തണം. ഇൻഷുർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സം അഷ്യൂർഡ് എത്രയാണോ എടുത്തിരിക്കുന്നത് ആ എമൗണ്ട് കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കമ്പനി തന്നെ ടോപ്പപ്പ് ചെയ്യും അതേ എമൗണ്ട്. അതിനെയാണ് ഇൻഷുർ എന്ന് പറയുന്നത്. നമുക്ക് ഓരോ വർഷവും ഹോസ്പിറ്റൽ ബില്ല് 10 മുതൽ 15% ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഭാവിയിൽ അത് വളരെ നല്ല രീതിയിൽ അത് ഒരു ഉപകാരപ്രദമായിരിക്കും. രണ്ടാമതായി കോ പേയ്മെൻ്റാണ് പറയുന്നത്. കോ പേയ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 30% നമ്മളടയ്ക്കുന്നു, 70% കമ്പനി അടയ്ക്കുന്നു. അങ്ങനെയുള്ള പ്ലാനുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ അത് ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് വരും. അതുകൊണ്ട് കോ പേയ്മെൻ്റ് ഇല്ലാത്ത പ്ലാൻ എടുക്കുന്നതാണ് വളരെ ഉചിതം. മൂന്നാമതായിട്ട് സബ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ റൂം റെൻറ്റിലും അതുപോലെ സർജറിക്കൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടാകും. അത് ഇല്ലാതെ ഉള്ള പ്ലാനായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നാലാമതായിട്ട് പറയുന്ന സമയത്ത് ഓൾ ഡേ കെയർ പ്രൊസീജിയർ കവർ എന്ന് പറയും. ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു ഓപ്പറേഷനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5 ദിവസമോ 10 ദിവസമൊക്കെ അഡ്മിഷനായിട്ട് വേണം ചെയ്യാനുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാവിലെ പോയി വൈകുന്നേരം നമുക്ക് വരാം. അതിനെയാണ് ഡേ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ അഞ്ചാമതായിട്ട് പറയുന്നത് ഒരു കുമുലേറ്റീവ് ബോണസ് എന്നുള്ളൊരു സംഗതിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വർഷം ക്ലെയിമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അഷ്യൂറിൻ്റെ കൂടെ ബോണസ് ആഡ് ചെയ്ത് വരും. അതിനെയാണ് കുമുലേറ്റീവ് ബോണസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു സാധാരണ ഒരു മെഡിക്ലെയിം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.